യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും സന്തോഷത്തോടും 9 ദിവസം ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. 9ാമത്തെ ദിവസമാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു അത്ഭുതമാണ്, ഇതൊരു അനുഗ്രഹമാണ്, ഇതൊരു നന്മയാണ്, ഇതൊരു നേട്ടവുമാണ്. കാരണം 1 2 പേരൊന്നും അല്ല, 100 പേരല്ല ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ്, വ്യക്തികളാണ്, കുടുംബങ്ങളാണ്. ഒരുപാട് പേർ ഒരു കുടക്കീഴിലെന്ന പോലെ പ്രാർത്ഥനയോടെ ആയിരുന്ന നാളുകൾ. പ്രിയപ്പെട്ടവരെ, ഒന്നും ഓട്ടോമാറ്റിക് അല്ല, എങ്ങനെയോ വന്നു പെട്ടതല്ല. ഇതൊരു ദൈവാനുഗ്രഹമുള്ളൊരു ശുശ്രൂഷയാണ്. ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു ശുശ്രൂഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും ഓരോരുത്തർക്ക് പ്രതീക്ഷയും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയത്തക്ക വിധം ദൈവപ്രവർത്തികൾ അതിനകത്തു നടക്കുന്നത്. നമുക്കിപ്പോൾ നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനയെ, നിയോഗത്തെ ഒന്ന് കൈകളിലെടുത്ത് ഒരു വാക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, കഴിഞ്ഞ 8 ദിവസമായി ഉപവാസത്തോടെ എഴുതി വച്ചിരിക്കുന്ന നിയോഗമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ദിവസത്തിൻ്റെ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത് ഒരു ചടങ്ങായിട്ടല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷയോടെയും സന്തോഷത്തോടുമാണ്. ഈ പ്രാർത്ഥനയെ കർത്താവേ അങ്ങ് സ്വീകരിക്കണമേ. ഈ പ്രാർത്ഥനയിൽ വീണ കണ്ണുനീരുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ഈ പ്രാർത്ഥന വില കൊടുത്തുള്ളൊരു പ്രാർത്ഥനയാണ്. കർത്താവേ, ഇതിലൊന്നുപോലും സാധിച്ചില്ല എന്ന് ഒരു കുഞ്ഞു പോലും പറയാനിട വരരുത്. ഞങ്ങൾക്കൊന്നും സാധിച്ചു കിട്ടിയില്ല, ഒരു ഗുണം ഉണ്ടായില്ല എന്നൊരു കുഞ്ഞു പോലും പറയാൻ ഇടവരാത്ത വിധം ഈ പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കണമേ. ഈ നിയോഗത്തെ ജീവിതത്തിൻ്റെ നാളുകളിൽ സാധിച്ചു കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആ നിയോഗത്തിൻ്റെ മേൽ കരങ്ങൾ വെച്ച് ഒരാളുടെ ശിരസിൽ വെച്ച് ഒരു അനുഗ്രഹം കൈമാറുന്ന പോലെ ഈ ജനത്തിൻ്റെ മേൽ കരങ്ങൾ വെച്ച് ഈ വാഗ്ദാനം, ഈ വചനം, ഈ പ്രാർത്ഥന കൈമാറുന്നു. ഈ പ്രാർത്ഥന കൈമാറുന്നു, ഈ ഉറപ്പ് കൈമാറുന്നു, ഈ പ്രാർത്ഥന കൈമാറുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒരാളുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹത്തെ കൈമാറുന്ന പോലെയാണ് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹത്തെ ഇപ്പോൾ കൈമാറുന്നത്. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം കേട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 11 വായിച്ചാലും അതിൻ്റെ ഭാഗമാണ്. പ്രധാനമായും 12-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുമ്പോൾ 11 കൂടി വായിക്കാം. ഉപമ ഇതാണ്: വിത്ത് ദൈവവചനമാണ്. വിത്ത് ദൈവവചനമാണ്. 12-ാമത്തെ വാക്യം: ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. ഇവരാണ് വഴിയരികിൽ വീണ വിത്ത്. അവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? വചനം എന്തിനാ എടുത്തു കളയുന്നേ? പിശാചിനെന്താ ഇത്ര തീക്ഷ്ണത ഈ വചനം പെട്ടെന്ന് എടുത്തു കളയാൻ? അവിടെ എഴുതിയിട്ടുണ്ട്, രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ. വചനം ഒരു താക്കോല് പോലെയാണ്. എത്ര വലിയ തകർച്ചയുടെ പെട്ടിക്കകത്താണേലും, എത്ര വലിയ കുഴിയിലാണേലും ആ പെട്ടി തുറന്ന് പുറത്തു വരാൻ വചനം എന്ന താക്കോല് മതി. ഏതു ബന്ധനങ്ങളെയും പൊട്ടിക്കാൻ. പിശാച് എന്തു ശ്രദ്ധയാണ്!
എന്തേരെ വ്യഗ്രതയാണ്! എത്രമാത്രം സീരിയസ് ആയിട്ടാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. നിന്റെ കയ്യിലുള്ള പൈസ എടുത്തുകൊണ്ട് പോകുന്നല്ല, നിന്റെ മേൽ വീണ വചനമാകുന്ന വിത്തിനെ എടുത്തു കളയും. വചനം നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയും. എന്തിന്? നീ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പോൾ പിശാചിനറിയാം, ഈ വചനം നിന്റെ ജീവിതത്തിൽ വന്നാൽ, ഈ വചനം നിന്റെ കുടുംബത്തിൽ വന്നാൽ, അതൊരു അനുഗ്രഹത്തിലേക്ക് നിന്നെ എത്തിക്കും, നിന്നെ രക്ഷപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ടാണ് ഈ വചനം എടുത്തു കളയുന്നത്. വചനവും അനുഗ്രഹവും തമ്മിൽ ബന്ധമുണ്ട്. വചനത്തിലൂടെ വെളിപ്പെടുന്ന നന്മകളുണ്ട്. അതുകൊണ്ടാണ് ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിലൊക്കെ ഓരോ വചനങ്ങളും എടുത്തു വച്ച് അത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത് മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് ധൈര്യമായും സന്തോഷമായും വിടുതലായും സൗഖ്യമായും അനുഗ്രഹത്തിൻ്റെ വെളിപ്പെടലുകളായിട്ടൊക്കെ മാറി വരുന്നത്. പ്രസംഗിക്കുന്ന ആളുടെ പ്രത്യേകത കൊണ്ടല്ല, അയാളുടെ വാക്കിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, സ്റ്റൈല് കൊണ്ടൊന്നുമല്ല, ആ വചനത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ആ വചനമാകുന്ന വിത്ത് നിങ്ങളുടെ അനേകരുടെ കുടുംബങ്ങളിൽ, ഹൃദയങ്ങളിൽ വചനമെന്ന വിത്ത് പാകാൻ ദൈവം ഈ ശുശ്രൂഷയെ നിയോഗിച്ചിട്ടുണ്ട്. പിശാചിന് എടുത്തു കൊണ്ടുപോകാൻ കഴിയാത്ത വിധം, നശിപ്പിക്കാൻ കഴിയാത്ത വിധം, മായ്ച്ചു കളയാൻ കഴിയാത്ത വിധം കേൾക്കുന്ന ഓരോ വചനവും നിങ്ങളുടെ അകത്ത് വീഴട്ടെ. കുടുംബത്തിൽ അത് കിളിർക്കട്ടെ. ജീവിതത്തിൽ അത് ഫലമുള്ള അവസ്ഥയിലേക്ക് വരട്ടെ. പിശാച് വചനം എടുത്തു കളയുന്നു. ഇത്രമാത്രം പിശാച് ഈ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുന്നത് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, വചനം ഷെയർ ചെയ്യുന്നു പറയില്ലേ, വചനം ഷെയർ ചെയ്യണം. നിങ്ങൾക്കിതൊരു അനുഗ്രഹമായോ? നിങ്ങൾക്കിതൊരു ഹൃദയത്തിൽ തൊട്ടോ? ഇത് പലരുടെ ജീവിതത്തിലേക്കും കൊടുക്കണമെന്ന് പറയുന്നത് കുറേ ആളുകൾ കണ്ട് വ്യൂവേഴ്സ് കൂടണം, സബ്സ്ക്രൈബേഴ്സ് കൂടണമെന്നുള്ള ഒരു വ്യാമോഹം കൊണ്ടും അല്ല. ഈ വചനം അനേകരുടെ ജീവിതത്തിൽ എത്തുമ്പം ഇത് അനേകരുടെ രക്ഷയ്ക്ക്, മാറ്റത്തിന്, നന്മയ്ക്ക്, സന്തോഷത്തിന് കാരണം. ഇത് നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്വമാണിത്. കേൾക്കുന്ന വചനങ്ങൾ അനേകരിൽ എത്തിക്കുന്നത് അതൊരു കടമയാണ്, ഉത്തരവാദിത്വമാണ്. ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചൊരു ശുശ്രൂഷയാണത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, എത്രയോ പേർക്ക് 100, 200, 500, 1000, 1000-ലധികം ഒക്കെ ആളുകൾക്ക്, 5, 2, 3 പേർക്കെങ്കിലും ഒക്കെ വിരലുകൊണ്ട്, നിങ്ങളുടെ വിരലിനെ ദൈവം പ്രയോജനപ്പെടുത്തിയില്ലേ? നിങ്ങളുടെ ഫോണിനെ ദൈവം പ്രയോജനപ്പെടുത്തിയില്ലേ? ഈ വചനമാകുന്ന വിത്തിനെ അനേകം വ്യക്തികളിൽ വിതയ്ക്കാൻ. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങൾ കേൾക്കുന്ന വചനം ഒരു പിശാചിനും എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്ത വിധം ഞങ്ങൾ ആ വചനത്തെ സ്നേഹിക്കുന്നു, ആ വചനത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു, ആ വചനത്തെ ഞങ്ങൾ എഴുതി വയ്ക്കുന്നു, ആ വചനത്തെ ദിവസത്തിൻ്റെ പല ഭാഗത്ത് ഞങ്ങൾ എടുത്തു വായിക്കുന്നു, ബൈബിളിൽ ആ ഭാഗം വരച്ചു വയ്ക്കുന്നു. അപ്പോഴൊക്കെ എന്നാ സംഭവിക്കുന്ന അറിയാമോ? ഒരു പിശാചും, എത്ര വലിയ ശക്തനായ പിശാച് നോക്കിയാലും ഈ വീണ വചനമാകുന്ന വിത്ത് നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ആ വചനത്തിലൂടെ ഒന്നും ചെയ്യണ്ട, പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, ആ വചനമെന്ന വിത്ത് നിന്റെ അകത്ത് വീണതിലൂടെ തന്നെ നാളുകളിൽ നീ ഫലമുള്ള ഒരാളായി മാറും. അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും, നന്മകൾ ചേർന്ന് വരാൻ തുടങ്ങും, നേട്ടമുണ്ടാകാൻ തുടങ്ങും, അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. പലരുടെയും പ്രത്യേകത എന്നറിയാമോ? പ്രസംഗിക്കുന്ന എൻ്റെ ആണെങ്കിലും നമ്മൾ ഓർക്കും, ഇന്നലെ എന്താണാവോ പ്രസംഗിച്ചത്, ഇന്നലെ എന്താണാവോ കേട്ടത്. എത്ര ഓർത്താലും അത് ഓർമ്മയിൽ പോലുമില്ല. അതങ്ങനെ കേട്ട ഒരു ചെറിയ പരിചയം പോലും നമുക്ക് കിട്ടുന്നില്ല, മാഞ്ഞു പോയിരിക്കുന്നു. ശ്രദ്ധിക്കണം, വചനം നമ്മൾ ഇന്നലെ കേട്ട വചനം ഓർക്കുന്നുണ്ടോ? മിനിഞ്ഞാന്ന് കേട്ട വചനം ഓർക്കുന്നുണ്ടോ? എല്ലാവരും ഓർക്കണമെന്നില്ല. അതെത്ര ശ്രമിച്ചാലും ബാക്കി എല്ലാ കാര്യവും ഓർക്കുന്നുണ്ട്. ഇത് മാത്രം മറന്നുപോയി. നോക്കൂ, ഈ വചനം എത്ര കൃത്യമാണെന്ന്. വചനം പിശാച്
എടുത്ത് നശിപ്പിച്ച് കളയുന്നു. വചന പിശാച് എടുത്തുകൊണ്ടുപോകും നിന്റെ ഹൃദയത്തിൽ നിന്ന്. അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്ത് കളയും. എടുത്തിട്ട് അപ്പുറത്ത് മാറ്റി വെക്കില്ല, എടുത്ത് കളയും. നിനക്ക് ലഭിച്ച വചനം ഒരു പിശാചിനും എടുത്തു കളയാൻ പറ്റത്തില്ല. ഇന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഇന്ന് കേട്ട ഈ വചനം ഞാൻ വിശ്വസിക്കുക. രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി, നിന്റെ കുടുംബം മാനസാന്തരപ്പെടാതിരിക്കാൻ വേണ്ടി, നിന്റെ മക്കൾ വഴി തെറ്റിപ്പോയ മക്കൾ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി ആ വചനം അവരിൽ വീഴാൻ സമ്മതിക്കത്തില്ല. ആ വചനം അവർ കേൾക്കാൻ ഇഷ്ടപ്പെടത്തില്ല. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ കുടുംബത്തിൽ വിതയ്ക്കുമ്പോൾ അത് ഒരു പിശാചിനും എടുത്തു കളയാൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങളതിനെ സൂക്ഷിക്കുന്നു, സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അകത്ത് ആ വചനത്തെ ധ്യാനിക്കുന്നു. ആ വചനം നിനക്കൊരു അനുഗ്രഹമായി, വിടുതലായി, സൗഖ്യമായിട്ട് വരാൻ തുടങ്ങും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വിഷയങ്ങളെയും ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ച്, കഴിഞ്ഞ 8 ദിവസവും പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ട്. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്, കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത ഓരോ വിഷയത്തെയും ഞാൻ ദൈവകരങ്ങളിൽ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നു. ആരൊക്കെയാണോ നിയോഗം അയച്ചു തന്നത്, ആരൊക്കെയാണോ ഈ ആലയത്തിൽ എഴുതി വച്ചത്, ആരൊക്കെയാണോ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചത്, ആരൊക്കെയാണോ നൊവേനയിൽ വെച്ച് പ്രാർത്ഥിച്ചത്, ആരൊക്കെയാണോ നിങ്ങളുടെ വേദപുസ്തകത്തിൽ പ്രാർത്ഥനാ മുറിയിൽ എഴുതി വച്ച് പ്രാർത്ഥിച്ചത്, ആരൊക്കെയാണോ ഉപവാസം എടുത്തത്, ആരൊക്കെയാണോ ഇനി എഴുതിയില്ല മനസ്സിൽ 3 നിയോഗം കണ്ട് പ്രാർത്ഥിച്ചത്, ആരൊക്കെയാണോ ഈ വചനങ്ങളെ പരസ്പരം ഷെയർ ചെയ്തത്, എല്ലാവരെയും ഓർക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങൾ, യുവതിയുവക്കൾ, മാതാപിതാക്കൾ, പ്രായമായവർ, ബന്ധുക്കൾ, മിത്രങ്ങൾ, സുഹൃത്തുക്കൾ, സകലരെയും ഓർക്കുകയാണ്. നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വച്ചൊരു അനുഗ്രഹത്തെ കൈമാറുന്ന പോലെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, ഈ അങ്ങയുടെ വചനം ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും അങ്ങയുടെ കരം തൊട്ട അനുഭവം ഇവർക്ക് കൊടുക്കണമേ. അങ്ങയുടെ കരം ഈ ജനത്തെ തൊട്ട അനുഭവം ഇന്ന് അവർക്കുണ്ടാകണമേ. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം തൊട്ട അനുഭവം ഇവർക്കുണ്ടാകണമേ. ഇവരുടെ രോഗം സൗഖ്യമായ അനുഭവം ഉണ്ടാകണമേ. ഇവരുടെ പ്രതിസന്ധികൾ മാറിയ അനുഭവം ഉണ്ടാകണമേ. ഇവരുടെ തടസ്സങ്ങൾ മാറിയ അനുഭവങ്ങൾ ഉണ്ടാകണമേ. ഇവരുടെ ജോലി തടസ്സങ്ങൾ മാറിയ അനുഭവം ഉണ്ടാകണമേ. ഇവരുടെ കുടുംബം പ്രശ്നമായി നിൽക്കുന്ന കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ മഞ്ഞുപോലെ ഉരുകിയ അനുഭവങ്ങൾ ഉണ്ടാകണമേ. ഒരു കുടുംബവും തകർന്നു പോകാനിടയാകാതിരിക്കട്ടെ. ഒരു കുടുംബവും തകരാതിരിക്കട്ടെ. തകർന്നു പോയ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന, പിണക്കത്തിൻ്റെ സാഹചര്യത്തിൽ നിൽക്കുന്ന, ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന, തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന, അകന്നു നിൽക്കുന്ന കുടുംബ ബന്ധങ്ങളുണ്ടോ? ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ചെറിയ കാര്യത്തിനാകാം, നിസ്സാര കാര്യമാകാം, ചെറിയ പിണക്കമാകാം, ചെറിയ തെറ്റിദ്ധാരണയാകാം, ചില കുഞ്ഞു സംശയങ്ങളാകാം, നിസ്സാരമായ കാര്യങ്ങളാ, ഉള്ളി പൊളിച്ചതുപോലെയുള്ളൂ. എന്തേലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ വലിയ പ്രശ്നമാണ് താനും. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, മല പോലെ ഉയർന്നു നിൽക്കുന്നതിനെ മഞ്ഞുപോലെ ഉരുക്കിക്കളയണമേ. മല പോലെ ഉയർന്ന ഈ പ്രശ്നത്തെ, ഈ തെറ്റിദ്ധാരണ, ഈ വഴക്കിനെ കർത്താവേ, അനേകം കുടുംബങ്ങളെ സ്നേഹത്തിൽ കൊണ്ടുവരണമേ. അനേകം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബവും തകർന്നു പോകരുത്, ഒരു കുടുംബവും പരാജയപ്പെട്ടു പോകരുത്. കർത്താവേ, വിവാഹത്തിനായി ഒരുങ്ങുന്നവരുണ്ട്, വിവാഹം ഉറപ്പിച്ചവരുണ്ട്, വിവാഹം പറഞ്ഞു വെച്ചവരുണ്ട്, ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ചിലരുണ്ട്. കർത്താവേ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമെങ്കിൽ അതിന്മേലൊരു ആശീർവാദത്തെ കൊടുക്കണമേ. ദൈവഹിതമെങ്കിൽ അത് അനുഗ്രഹമായി മാറണമേ. കർത്താവേ, ഗർഭിണികളായിട്ടുള്ളവരുണ്ട്, ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തവരുണ്ട്, ജന്മം കൊടുക്കാൻ ഒരുങ്ങുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ചില ട്രീറ്റ്മെൻറ്റുകൾക്ക് വിധേയമാകുന്നവരുണ്ട്. കർത്താവേ, അങ്ങയുടെ കരം അവർക്കായി ഉയർത്തണമേ, അനുഗ്രഹിച്ച് ഉയർത്തണമേ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിയോഗ പ്രാർത്ഥന ചൊല്ലാം. 9ാമത്തെ ദിവസമാണ് ചെല്ലുന്നത്. നിയോഗം എഴുതി വെച്ച് ആ കടലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ സാധ്യമെങ്കിൽ എൻ്റെ കൂടെ 4 പ്രാവശ്യം ചൊല്ലുക. ബാക്കി സമയം അനുസരിച്ച്, നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുക. 33 പ്രാവശ്യമാണ് പ്രാർത്ഥിക്കേണ്ടത്. നസ്രായനായ എൻ്റെ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ആ നിയോഗങ്ങളുടെ മേൽ കരങ്ങൾ വെച്ചിട്ട് പറഞ്ഞേ, നസ്രായനായ യേശുവേ,
ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, ഈ 3 നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങൾ, സകല ബന്ധനങ്ങൾ പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ 3 നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങൾ, സകല തടസ്സങ്ങൾ പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. എന്നിട്ട് പറഞ്ഞ്, യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു അത്ഭുതം കാണും. യേശുവിൻ്റെ നാമത്തിൽ ഈ 3 കാര്യവും എനിക്ക് സാക്ഷ്യമായിട്ട് വരും. ഞാനൊരു സാക്ഷ്യം പറയും, അതും പുഞ്ചിരിച്ച മുഖത്തോടെ. യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ 9 ദിവസവും ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്തവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് അയച്ചു കൊടുത്തവർ, ഷെയർ ചെയ്തവർ, ഇത് ജീവിതത്തിൻ്റെ പല പ്രാവശ്യം കേട്ടവർ, ധ്യാനിച്ചവർ, എഴുതി വച്ചവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കാര്യങ്ങളിൽ ദൈവം ഇടപെടും. പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും കേൾക്കുന്ന ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആ വചനമാകുന്ന വിത്ത് നിങ്ങളിൽ ഇടുന്നത് പരിശുദ്ധാത്മാവാണ്. ആ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാക്കുന്നു ദൈവ സാന്നിധ്യമാണ്. അനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയവും നഷ്ടപ്പെടുത്തരുത്. അനുഗ്രഹം ലഭിക്കുന്ന ഒരു വഴിയും അടച്ചു കളയരുത്. ഒരു മാർഗവും കളയരുത്. അനുഗ്രഹം കിട്ടുന്നത് കർത്താവെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും, താമസിക്കാൻ നല്ല ഭവനവും, ജീവിക്കാൻ നല്ല ദേശവും, സഞ്ചരിക്കാൻ നല്ല വാഹനവും, അനുഗ്രഹമുള്ള തലമുറയും, ആരോഗ്യമുള്ള ശരീരവും, ആവശ്യത്തിന് സമ്പത്തും, നല്ല ജോലിയും ജീവിതവും ഭാഗ്യവും ഒക്കെ ദൈവം അറിഞ്ഞ് നിങ്ങൾക്ക് നൽകട്ടെ. നന്മകൾ ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ, ദീർഘായുസ് ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സാധ്യമായവർക്കെല്ലാം അയച്ചു കൊടുക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെയും 5:30 കാണുന്നത് വരെ ഉള്ളങ്കയിൽ എന്ന പോലെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ യാചന കേൾക്കണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ യാചന കേൾക്കണമേ. യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥമേകണമേ. യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥമേ